ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുയൂജിൻ. രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചിരിക്കുന്നത് രോഗങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കാനും വന്നാൽ തന്നെ അത് പെട്ടെന്ന് സുഖമാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു ചായയാണ്. രുചി എന്ന് പറയുമ്പോൾ ഒരുപാട് രുചി പ്രതീക്ഷിക്കേണ്ട, എന്നാൽ തന്നെ നമുക്ക് കഴിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ടീ ആണിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വെളുത്തുള്ളിയും മഞ്ഞളും ഒക്കെ ചേർത്തിട്ടാണെങ്കിൽ പോലും നല്ല രുചികരമായിട്ടാണ് തയ്യാറാക്കുന്നത്. മരണത്തിലേക്ക് നയിക്കാവുന്ന പല രോഗങ്ങളും തടയാനുള്ള ഗുണങ്ങളുള്ള വെളുത്തുള്ളി ചായ ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനുശേഷം കൂടുതൽ ഗുണങ്ങളും അറിയാം. ഞാനിവിടെ 2 പേർക്കുള്ള ചായയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 വെളുത്തുള്ളി അലിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ നമുക്ക് അര നാരങ്ങയുടെ നീര്, 2 നുള്ളു മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതായിരിക്കും മഞ്ഞൾപ്പൊടിയേക്കാളും നല്ലത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചമഞ്ഞൾ ഒന്നുകൂടി നല്ലതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയായ ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. മധുരത്തിനായിട്ട് നമുക്ക് തേൻ ചേർക്കാം. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ്. 2 വെളുത്തുള്ളി അല്ലി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് വെട്ടി തിളക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ സത്തെല്ലാം നമ്മുടെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരല്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ബെസ്റ്റാണ്. ഇനി നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് ഇതിൽ ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലെ വെളുത്തുള്ളി കൂടി വരുമെന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇതിലേക്ക് ഓരോ സ്പൂൺ തേൻ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കാം. ഞാൻ അര നാരങ്ങയുടെ നീരാണ് ഇതിൽ ചേർക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചായ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണിത് കേട്ടോ. അപ്പോൾ രക്തസമ്മർദ്ദം ഉള്ള ആൾക്കാർ ഇത് കുടിക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്ന നാരങ്ങ നീര് സഹായിക്കുന്നുണ്ട്. ക്യാൻസർ തടയും, അമിത വണ്ണം തടയാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗം അകറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ അണുബാധ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലൊരു ചിലവ് കുറഞ്ഞ് തയ്യാറാക്കാൻ പറ്റിയൊരു പാനീയമാണ്. ഈ ചായ നമ്മൾ മുതിർന്നവർക്ക് ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഡോക്ടേഴ്സ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇത് ഒഴിവാക്കുക തന്നെ ചെയ്യുക. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈ ചായ നമുക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.